ഹലോ ഗായ്സ്, നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിൽ നിന്ന് കിട്ടിയ മത്തി എന്ത് ചെയ്തു എന്ന് എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു. ഇതാ അന്ന് തന്നെ വൈകിട്ട് വന്ന് മത്തിയെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന വ്ളോഗാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. മത്തി നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. കാരണം അതിൽ മുഴുവൻ മണലായിരുന്നു. ഇതാ നോക്കിക്കേ, എത്ര മണലാണെന്ന് ഈ വെള്ളം അങ്ങോട്ട് കളയുമ്പോൾ നിങ്ങൾക്ക് മണലായത് കൊണ്ട് പിന്നെ സാരമില്ലല്ലോ. അത് കഴുകി വൃത്തിയാക്കി പലവട്ടം റണ്ണിങ് വാട്ടറിൽ കഴിക്കുമ്പോൾ മണലൊക്കെ പമ്പ കിടക്കില്ലേ. ഇനി ഇതെല്ലാം വൃത്തിയാക്കി കഴുകി മുറിച്ചെടുക്കാൻ പോവാണ്. മുറിക്കുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ വയ്യ ഗൈസ്, കാരണം ഇതിന്റെ നാറ്റം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇനി ഇത് മുറിച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് ഒരു 2 മിനിറ്റ് എനിക്ക് തരൂ, മുറിക്കട്ടെ. മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ബോണസ് പോലെ നമ്മുടെ മുട്ടയുണ്ട്. ഇതിന് മുട്ട എന്നല്ലേ പറയുന്നത്, ഇത് നമ്മുടെ അവിടെ എണറ് എന്ന് പറയും. എണറ് ഇത് വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ വന്ന ഉടനെ ഇത് ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലാത്ത കൊണ്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി ഇതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പോവാണ്. നമുക്ക് അടുത്ത ദിവസമാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഫ്രിഡ്ജിലേക്ക് കയറട്ടെ. എല്ലാം ഇതുപോലെ അടിപൊളി മസാലയൊക്കെ തേച്ച് സൂപ്പറാക്കി ഇനി ജസ്റ്റ് എടുത്ത് ഒന്ന് വറുത്താൽ മതി. അതുപോലത്തെ പരുവാക്കി നമുക്ക് വെക്കാം. അപ്പോ ഗൈസ്, ദാ ഈ മത്തി നല്ല അടിപൊളി കറി വെക്കാൻ പോവുകയാണ്. കുറച്ച് കറിയും വെക്കും, കുറച്ച് വറക്കുകയും ചെയ്യും. നല്ല തലശ്ശേരി സ്റ്റൈൽ പുളിയും മുളകുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ സാധനങ്ങൾ അടുപ്പത്തുണ്ട്, നമുക്ക് നോക്കാം. ഈ ചീനച്ചട്ടി കണ്ടിട്ട് എന്നെ ട്രോളാൻ വരട്ടെ. ഇതൊരു 30 കൊല്ലമായ ചീനച്ചട്ടിയാണ്. വളരെ അടിപൊളി ചുവട് കട്ടിയുള്ളതായത് കൊണ്ട് ഒന്നും ഇതിൽ കരിഞ്ഞു പിടിക്കാറില്ല. മിക്കവാറും ഉള്ള കുക്കിംഗ് എല്ലാം ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. എത്ര നോൺ സ്റ്റിക് വെയർ ഉണ്ടെങ്കിലും എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു പാത്രമാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, തലശ്ശേരി പുളിയും മുളകുമാണ് എന്ന് വെച്ചാൽ ഇത് വാളം പുളിയാണ്. നല്ല കട്ടിക്ക് വാളം പൊടി, പിന്നെ സവാള, ഇഞ്ചി, ഉപ്പ്, പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് പൊടികളൊക്കെ നമ്മൾ ഇടും. ഇനി ഇതിനകത്തേക്ക് ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് പെറുക്കി ഇടണം. ഈ പുളി വെള്ളം നന്നായി തിളച്ച് ഈ അതിൻ്റെ ആ ഒരു മസാലയും കൂട്ടൊക്കെ നമ്മുടെ മീനിൽ പിടിക്കുന്നത് വരെ ഇത് നമ്മൾ തിളപ്പിച്ച് റെഡിയാക്കണം. പിന്നെ ഇളക്കാൻ പാടില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു റെസിപ്പിയാണ്. എന്തായാലും ഈ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി ഇടുമ്പോഴേക്ക് കൂട്ടുകാർ വേഗം പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ ഒന്ന് കാണണം. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കാറുണ്ടോ എന്നും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഞാൻ മീൻകറി ഉണ്ടാക്കാനൊന്നും അത്ര എക്സ്പേർട്ടൊന്നും അല്ല. ചിക്കനൊക്കെ ഉണ്ടാക്കും അത്യാവശ്യം, പക്ഷെ മീൻകറി എന്തോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്തായാലും ഞാനിതാ ഈ മത്തി കഷ്ണം കുറച്ച് മീൻകറിയെ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾ 2 പേര് മാത്രമേ വീട്ടിലുള്ളൂ. അങ്ങനെ ഈ മീൻകറി നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി ഒന്ന് തിളക്കും. അതുവരേക്കും വറക്കാനുള്ള പരിപാടി നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് എണ്ണയെ ഞാൻ ഒഴിക്കുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പരിപാടികളാണ് ഞാൻ ചെയ്യത്തുള്ളൂ. കുറച്ച് എണ്ണ, അതിനാണ് ഈ പാൻ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. വളരെയധികം മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള എണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കില്ല. കാരണം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് തന്നെ നല്ലതല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, ഇനിയിപ്പോ ഈ ഒരു മീൻ വറക്കാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം. പിന്നെ അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ മീൻകറി? മീൻ വറുത്തത് പിന്നെ എല്ലാ നാട്ടിലും ഒരുപോലെയാണല്ലോ ഉണ്ടാക്കുന്നത്. മീൻകറി ഈ ഞാൻ കാണിച്ച പോലെ ഉണ്ടാക്കാറുണ്ടോ? നിങ്ങളത് പരീക്ഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനിയൊന്ന് പരീക്ഷിച്ച് നോക്കുമെങ്കിലും ചെയ്യണം. എന്നിട്ട് എന്നെ അറിയിക്കണം. അപ്പൊ ഈ മീനെല്ലാം ഞാൻ എടുത്ത് തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്രയും കുറച്ചെന്ന് ചോദിക്കാൻ വരട്ടെ. എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലത്. ഈ ഉണ്ടാക്കി വെച്ച് പിന്നെ അത് ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു അതിൽ നിന്ന് വീണ്ടും എടുത്ത് ചൂടാക്കി കഴിക്കണേലൊക്കെ ബെറ്റർ അത്യാവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കുക. അന്നേരം ഉണ്ടാക്കിയത് അന്നേരം തീർക്കുക. അതാണല്ലോ നമ്മുടെ ഐഡിയ. അങ്ങനെ മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. കൂടെ കുറച്ച് സവാളയൊക്കെ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഈ സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞ് അതിനകത്തേക്ക് കൂടെ നിൽക്കുമ്പോഴേക്കും ഒരു വല്ലാത്ത മണവും ഒരു ടേസ്റ്റൊക്കെയാണ്. അടിപൊളി യമ്മി. ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്, കൊതി വരുന്നുണ്ട്. നിങ്ങൾക്കും കൊതി വന്ന് കാണുമല്ലോ ഗൈസ്, ഇല്ലേ? ഇത് നല്ല ചൂട് ചോറോ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ മീൻ കറിയിൽ നല്ല തിള വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊടികളാണെങ്കിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇത്രയും സാധനങ്ങളാണ് ഇത് ചേർത്തിട്ടുള്ളത്. നന്നായി തിളച്ച് ഈ ഉള്ളി ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും മീനും ഏതാണ്ടൊക്കെ റെഡിയാവും. പിന്നെ അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കും ഈ മണം എല്ലാം കൂടെ ഇതിൽ പിടിച്ച് നല്ല സൂപ്പർ യമ്മി.
ഇനി വറുത്തയിലേക്കൊന്ന് നോക്കാം. വറുത്ത ഞാൻ ഇതുവരെ മറിച്ചിട്ടിട്ടില്ല, അവിടെ തന്നെ ഇരുന്നൊന്ന് മൊരിയട്ടെ എന്നോർത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഈ അടച്ചു വെക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അടച്ചു വെക്കണം, ചിലപ്പോൾ ഈ പൊട്ടിത്തെറിച്ച് നമ്മുടെ അടുക്കളയൊക്കെ വൃത്തികേടാവും. അങ്ങനെ ആവാണ്ടിരിക്കാൻ ഞാൻ അടച്ചു വെക്കാറുണ്ട്. മീൻകറിയിൽ നന്നായി തിള വന്നിട്ടുണ്ട്, അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കരിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് ഞാനൊന്ന് കീറിപ്പറിച്ചിടും. അപ്പം ആ മണം നല്ല ഭംഗിയായി എല്ലായിടത്തും പിടിക്കും. മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേബിളിലേക്ക് കൊണ്ടുപോകാം. വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് നിങ്ങൾ കണ്ടല്ലോ, തീരെ എണ്ണ എവിടെയും ഇല്ലാതെ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് വറുത്തെടുത്തത്. ഇനി നമുക്ക് ഈ കറിയും മീൻ വറുത്തതും കൂടി നേരെ ടേബിളിലേക്ക് കൊണ്ടുപോകാം. ഇന്ന് ഇത് രാത്രി ഉണ്ടാക്കിയത് കൊണ്ട് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെയും സൂപ്പർ ടേസ്റ്റ് ആണ്, പറയാതെ വയ്യ. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിയാലോ നമുക്ക്. ഹസ്ബൻഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട്. സിമ്പിൾ കറിയാണ്, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. രണ്ടുപേർക്ക് ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം മീൻ വറുത്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാലോ. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും ചാനലും വീഡിയോയും മീൻ വറുത്തതും മീൻ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി കെമിക്കൽ ഫ്രീ മീനാണ്. ഇത്രയും സംഭവങ്ങളാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. കറിയും അടിപൊളിയായിരുന്നു, അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഹസ്ബൻഡിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കറി, മീൻ വറുത്തത് എല്ലാം നല്ല വൃത്തിയാക്കി തുടച്ച് ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണം. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.